ഇനി അടുത്തത് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞു. ഇത് വേറെ ആരും മലയാളത്തിൽ പറഞ്ഞിട്ടില്ല മാധ്യമത്തിൽ. കേന്ദ്ര ഗവൺമെന്റ് അറിയാൻ പാടില്ല. എന്നിട്ടിരുന്ന് മെഴുകുക. എന്നിട്ടിരുന്ന് മെഴുകുക, എന്നിട്ട് അവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഏതോ രതി സർ, ഇപ്പോ CJPയുടെ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജന്തർ മന്ദറിൽ. അതോടൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കൂടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിലെ മറ്റൊരു വിഷയം, ഒരു മറുവശം എന്ന് പറയുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു വിശ്വാസ്യത കുറയുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോഴത്തെ എല്ലാ വാർത്തകളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അതിന്റെ ഒരു ധാരണ സാർ മനസ്സിലായല്ലോ ഞാൻ പറയുന്നത് എന്താന്നുള്ളത്. ഈ ഒരു കാര്യത്തെ കുറിച്ച് സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ ഒരു വിഷയത്തെ? തീർച്ചയായിട്ടും അഖില പറഞ്ഞ കാര്യം കറക്റ്റാണ്. കാരണം മാധ്യമങ്ങളുടെ വിശ്വാസ്യത കുറയുന്നു എന്ന് പറഞ്ഞാൽ പോരാ, തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇതിൽ നിന്ന് മാധ്യമങ്ങൾ ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഹിന്ദി ഓൾ ഇന്ത്യ ലെവലിലുള്ള നാഷണൽ മീഡിയ, പ്രത്യേകിച്ചും ഹിന്ദി ഇംഗ്ലീഷ് മീഡിയകളൊക്കെ തന്നെ തകർന്നടിയും. ഇപ്പൊ ആറ്റക്കാണെങ്കിലും അതുപോലെ ആനന്ദ ബസാർ പത്രിക എന്ന് പറയുന്ന ABP ന്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ NDTV ആണെങ്കിലും ഇതുപോലെ നിരവധി, ഞാൻ ന്യൂസ് 18 ആണെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ മീഡിയ ഹൗസുകളും തന്നെ വളരെ വലിയ പ്രതിസന്ധിയിലാണ്. ഇവർക്കെല്ലാം ഗവൺമെന്റ് വലിയ തോതിൽ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ വരുമാനം എന്ന് പറയുന്ന 60% ഗവൺമെന്റ് പരസ്യമാണ്. പക്ഷെ ഈ പരസ്യം പോലും എത്ര നാൾ കിട്ടും? കാരണം നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആരുമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരാളെയും ഇൻഫ്ലുവൻസ് ചെയ്യാനില്ലെങ്കിൽ പിന്നെ മോദി പോലും നിങ്ങൾക്ക് കാശ് തരുമോ? ഏതെങ്കിലും ഗവൺമെന്റ് നിങ്ങൾക്ക് കാശ് തരുമോ? ഇല്ല. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് ഒന്നും കാശ് തരില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വലിയ പ്രതിസന്ധി അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സാറ്റലൈറ്റ് മാധ്യമങ്ങളൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങനെ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രൊട്ടസ്റ്റ് ശരിക്കും അവർക്കെതിരായ ഒരു പ്രൊട്ടസ്റ്റ് കൂടിയാണ്. കാരണം അദാനി അതുപോലെ അംബാനി ഓൺഡ് ആയിട്ടുള്ള ബിസിനസ് ഹൗസുകളെ, അതായത് മീഡിയ ഹൗസുകളെയൊക്കെ തന്നെ ഞങ്ങൾ നിരോധിക്കും എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അദാനിയും അംബാനിയും ഒക്കെ മേടിച്ചിട്ടില്ല. ഇപ്പൊ അംബാനിയുടെ അതാണ് ന്യൂസ് 18 എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക്. അപ്പൊ ആ നെറ്റ്വർക്കിനെയൊക്കെ നിരോധിക്കും എന്നാണ് ഇവർ തമാശയായിട്ടെങ്കിലും നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇവർക്കെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ്. ഇനി ഏറ്റവും ഒടുവിൽ എന്താ സംഭവിക്കുന്നത്? ഒടുവിൽ നമ്മൾ കാണുന്നത് സാധാരണ ഒരു മാധ്യമ പ്രവർത്തകനെ ആരെങ്കിലും ഉപദ്രവിക്കുമ്പോൾ പൊതുവികാരം ആ ഉപദ്രവിക്കുന്നവർക്ക് എതിരായിട്ട് വരേണ്ടതാണ്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ ABP ന്യൂസിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റു പല മാധ്യമങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ ആളുകളെ ഇവർ ജന്തർ മന്ദറിലേക്ക് എത്തിയിട്ടുള്ള ആളുകളെ ഇവർ കൂക്കി വിളിക്കുകയും മോളിൽ വെള്ളം തളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആളുകൾ കൂക്കി വിളിച്ച് ഓടിക്കുന്ന രീതിയാണ് നമ്മൾ കൂക്കി വിളിച്ച് ഓടിക്കുന്ന രീതിയാണ് കണ്ടത്. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ ഒരു വലിയ ഈ പറയുന്ന ജനങ്ങൾക്ക് മാധ്യമങ്ങളോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൽ ആരും തന്നെ പ്രതിഷേധിക്കാതെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതേ സമയം നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ രവീഷ് കുമാറിനെ പോലെ ധ്രുവറാത്തിയെ പോലെയുള്ള നിരവധി ആളുകൾ അവരുടെ വിശ്വാസ്യത വളരെയധികം കൂടുകയാണ്. ദ വയർ പോലെ, മിന്റ് പോലെ, കിൻഡു പോലെയൊക്കെയുള്ള നിരവധി, ഞാൻ പറഞ്ഞ ഇനിയിപ്പോൾ റൈറ്റ് വിങ് അജണ്ട പേറുന്ന ദ പ്രിന്റ് ഒക്കെ ആണെങ്കിൽ പോലും അവര് പറയുന്നതിന് പോലും ഒരു ഫാക്ട്സ് ഉണ്ട്, ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് എന്ന് പറയുന്ന തോന്നലുണ്ടാവുകയും അതേസമയം നമ്മുടെ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ അല്ലെങ്കിൽ പരമ്പരാഗത മാധ്യമങ്ങൾ എന്ന് പറയുന്ന മാധ്യമങ്ങൾ അവരുടെ വിശ്വാസ്യത അങ്ങേറ്റം തകർത്തടിച്ചു. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ടാകില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പരിധി വരെ. എന്തായാലും വെച്ചാൽ ഇപ്പൊ ന്യൂ ഏജ് മീഡിയ എന്നൊക്കെ പറയുന്നത് തുടങ്ങാൻ അധികം പണം വേണ്ട, ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അത്രത്തോളം പണം വേണ്ട. പക്ഷെ അതുപോലെയല്ല ഇപ്പൊ ഈ നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങൾ, സാറ്റലൈറ്റ് മാധ്യമങ്ങളൊക്കെ മിനിറ്റുകൾ സെക്കൻഡുകൾ കൊണ്ട് കോടികൾ ഒഴുകി പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ആ കോടികൾ ഒഴുകി പോകുന്നതുകൊണ്ട് ഇത് നിൽക്കാനായിട്ട് അവരെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്ന ആളുകളിൽ നിന്ന് കാശ് മേടിച്ചു. ഈ കാശ് മേടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കിട്ടുന്ന ആളുകളിൽ നിന്ന് കാശ് മേടിക്കും, പിന്നെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് വാർത്ത ചെയ്യാൻ പറ്റും. അപ്പൊ സ്വന്തം ക്രെഡിബിലിറ്റി ഒന്നുകൂടി കുറയും. അപ്പൊ നമ്മൾ കൂടുതൽ അവരെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെയും അവരുടെ നിന്ന് കൂടുതൽ കാശ് മേടിക്കും. അപ്പൊ നമ്മുടെ വാർത്തകളുടെ സത്യസന്ധത പിന്നെയും കുറയും. ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഏതാണ്ട് നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാണ്. അതുകൊണ്ട് ഇപ്പൊ വളരെ പ്രകടമായി ഞാൻ പറയുന്നത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒക്കെ തന്നെ എക്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ പോലും ഇതുപോലെ മാധ്യമപ്രവർത്തകരെ കൂവി വിളിക്കുന്നതും അവരെ പുറത്താക്കുന്നതും അവർ പൊയ്ക്കളയുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൽ ആർക്കും ഒരു കുഴപ്പം തോന്നുന്നില്ല. എല്ലാവരും ബലേപേഷ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ കമന്റ് ചെയ്യുന്ന ലെവലാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ വിശ്വാസ്യത എന്ന് പറയുന്നത് അങ്ങേ അറ്റം തകർന്നിടിക്കും. പിന്നെ നരേന്ദ്രമോദിക്കൊക്കെ
ഉണ്ടായിരുന്ന ഒരു വലിയ അഹങ്കാരം ഇതാണ്. കാരണം എല്ലാം ഞങ്ങളുടെ കയ്യിലാണ്, മീഡിയയും ഞങ്ങളുടെ കയ്യിലാണെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ എല്ലാം ഒന്നും ഇന്ത്യയിലൊന്നും കൈയടക്കാൻ പറ്റില്ലതേ, അതെ, തോന്നലാണ്. കാലം എ- മാറി. ഇത് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ അർണബ് ഗോസ്വാമിയൊക്കെ ഒരു തവണ 120 തവണ ചർച്ച നടത്തിയപ്പോൾ അതിൽ ഏതാണ്ട് 96 ചർച്ച പ്രതിപക്ഷത്തിനെതിരെയായിരുന്നു. ഇപ്പോഴും അവർ ഈ ചാനലുകളിൽ ഇപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ലൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 116 മറ്റേ 116 പോലീസുകാർക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ ഹെഡ്ലൈൻ ആ, ജന്തർ മന്ദറിൽ. മനസ്സിലായോ? അതുപോലെ മറ്റേ മറ്റേ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് വന്ന മാർച്ച് ഇത് വളരെ ധൈര്യത്തോടു കൂടി തടഞ്ഞിരിക്കുന്നു എന്നാണ് ഹെഡിങ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ. ഉം, അപ്പൊ ഇത്തരത്തില് മറ്റേ ഓരോരോ ഹെഡിങ് കൊടുത്തുകൊണ്ട് ജനത്തിനെ എത്ര കാലം മണ്ടന്മാരാക്കാൻ പറ്റും? മണ്ടന്മാരാക്കാൻ ഇനി പറ്റില്ല, പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത്. ഇപ്പൊ 2,20,00,000 വരുന്ന ആളുകൾ ഫോളോവേഴ്സിന്റെ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ വരുന്ന മെസ്സേജസ് മാത്രം കൊണ്ടിട്ട് ഈ മീഡിയകളെ CJP കവർ ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പൊളിച്ചു കളഞ്ഞത് ഒരൊറ്റ കാര്യം കൂടിയാണ്. അത് ഇന്ത്യൻ മീഡിയയെ കൂടിയാണ്. മോദിയുടെ മടിയിൽ കിടന്ന ഗോദി മീഡിയ എന്ന് പറയുന്ന മടിത്തട്ട് മീഡിയ എന്നറിയപ്പെട്ടിരുന്ന ഗോദി മീഡിയയെ കൂടിയാണ് തകർത്ത് തരിപ്പണമാക്കി കളയുന്നത് ഈ പ്രക്ഷോഭം. യഥാർത്ഥത്തിൽ ഈ മീഡിയകളെല്ലാം അനുകൂലിച്ചിട്ടും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കണെന്ന് അറിയോ? അതാണ് ഏറ്റവും വലിയ കോമഡി. ഉം, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണെന്ന് വെച്ചാൽ 30,000 20,000 രൂപയൊക്കെ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി. ഇൻഫ്ലുവൻസേഴ്സ്. ഉം, അതായത് 1,00,000 ഉള്ള ആളുകൾക്ക് 20,000 25,000 രൂപ ഓഫർ ചെയ്യാണ്. നിങ്ങൾ വളരെ കനപ്പെട്ട 1,00,000 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ഓഫർ ചെയ്യുന്നത് ഒരു റീലിന് 20,000 രൂപയാണ്. ഒരു റീലിന് ഒരു 25,000 രൂപയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരു 3 4 5 റീൽ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് 1,400,000 രൂപ കിട്ടും. കിട്ടും. അത് ഏത് 1,00,000 ഉള്ള ആൾക്ക്. അപ്പൊ ഒരു 5 മില്യണൊക്കെ ഉള്ള ആൾക്ക് 50 ലക്ഷമൊക്കെ ഉള്ള ആൾക്ക് എത്രയായിരിക്കും? അത് 10-15 ലക്ഷം രൂപ ഒരു ഓഫർ കിട്ടും. ചെയ്യുന്നുണ്ടാവും. ഇത് ഇന്ത്യയിലെ വലിയ വലിയ ചില ഏജൻസികൾ വിളിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പരമ്പരാഗത മീഡിയകളൊക്കെ ഇനി തീറ്റിപ്പോട്ടിയിട്ട് കാര്യമില്ല, ജനത്തിനെ ഞങ്ങൾക്ക് പറ്റിക്കാൻ പറ്റൂല, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മളെ പോലെയുള്ള ചെറിയ ചെറിയ ഇൻഫ്ലുവൻസർ വെച്ചിട്ട് എന്ത് ചെയ്യാം, അനുകൂലമായിട്ടുള്ള പോസ്റ്റുകൾ ഇടിപ്പിക്കാൻ നോക്കാം എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ ഈ പറയുന്ന മീഡിയ എത്തിച്ചേർന്നിരിക്കുന്നു, ഗവൺമെന്റ് എത്തിച്ചേർന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളെ കുറച്ചുകൂടി പ്രശംസിക്കും. കേരളത്തിലെ മാധ്യമങ്ങൾ കുറച്ചുകൂടി ഈ ജനുവിനാണ് ഇക്കാര്യം. മര്യാദക്കുള്ള നിലപാടൊക്കെ എടുത്തിട്ടുണ്ട്. അതിലും ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റീച്ചുള്ള സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് റീച്ചൊക്കെ ഉള്ള എന്റെ സുഹൃത്തു കൂടിയാണ്. ഞാൻ പേര് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒക്കെ തന്നെ വീഡിയോകളിൽ അദ്ദേഹം വെറുതെ ഈ നിസ്സാര പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഏതോ ഒരു പയ്യൻ മറ്റേ കഴിഞ്ഞ ദിവസം മറ്റേ ഇന്ത്യ കത്തിക്കും, പാർലമെന്റിൽ ചെന്ന് വെടിവെക്കും എന്നൊക്കെ പറഞ്ഞ്, ശരിയാണെന്നേ. 1,00,000 പേര് 5 കോടി പേരെ ഈ ഇതിന്റെ ഒപ്പം നിൽക്കുന്നതിന് ചിലപ്പോൾ ഒരുത്തൻ കുറച്ചുകൂടി ആവേശത്തോടെ അതിരുവിട്ട പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടുണ്ടാവും. എന്താ ഈ NC കുട്ടൻ, എന്താ മുഹമ്മദ് എന്ന് പറഞ്ഞ ഏതോ ഒരു മുസ്ലിം പേരുള്ള ഒരുത്തൻ. അപ്പൊ അവൻ അവിടെ കാസർഗോഡ് നേടാ നമുക്ക് പേടിയാടാ, അവന്റെ ബാക്ക് എന്തോ കുത്തി വീണിട്ട് ആ എല്ല് പൊട്ടിയിരിക്കണം, അപ്പൊ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി തകർത്തേനടാ എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ എടുത്ത് നിങ്ങള് ഇന്ത്യയിലുള്ള നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് 22 പേര് മരിച്ചുപോയിന്നേ. അതാണ്. 22 പേര് മരിച്ചുപോയി. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നിടക്ക് ഒരാള് പറഞ്ഞ സാർ, കാര്യത്തിൽ ആ ഒരു കാര്യം പറയുമ്പോ എല്ലാവരും പറയുന്ന കേരളത്തിൽ ഇതേപോലെ നടന്നിട്ടില്ലേ, അഴിമതി നടന്നിട്ടില്ലേ എന്ന് പറഞ്ഞിട്ടാണ് പലരും വീഡിയോ ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യുന്നതും. കേരളത്തില് ഇതേപോലെ എവിടെ നടന്നിട്ടുള്ളത്? സ്റ്റേറ്റ് ലെവലില് ഞാൻ ഈ എൻട്രൻസിന്റെ ചരിത്രം മുഴുവൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഉം, കേരളത്തിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എൻട്രൻസ് കോച്ചിങ്ങുകൾ നടത്തിയിരുന്നു, അതുപോലെ എൻട്രൻസ് പരീക്ഷകൾ നടത്തിയിരുന്നു. പരീക്ഷകളുടെ റിസൾട്ട് വൈകിയതിന്റെ ഭാഗമായി ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രൂക്ഷമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പകല് മനസ്സിലാക്കേണ്ടത് അത് ഒരു തവണ ഉണ്ടായി, അടുത്ത കൊല്ലം ഉണ്ടായിട്ടില്ല. ഇവിടെ എല്ലാ തവണയും തമിഴ്നാട്ടിലെയും അതുപോലെ കർണാടക ലോബിയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടെ റിസൾട്ട് ഉറപ്പായിട്ടും വൈകുമായിരുന്നു. എന്റെ കസിനൊക്കെ പക്ഷെ അതിൽ നിന്ന് നമ്മൾ മുന്നോട്ടാ വന്നത്. കാരണം ഇപ്പൊ അങ്ങനെ സംഭവിക്കുന്നില്ല, മനസ്സിലായോ? ഇപ്പൊ അങ്ങനെ സംഭവിക്കാത്ത ലെവലിലേക്ക് നമ്മുടെ പരീക്ഷ സംവിധാനത്തെ മെച്ചപ്പെടുത്തി. പക്ഷെ നമ്മുടെ പോരാത്തതിന് 22 പിള്ളേരെയൊന്നും കൊല്ലാൻ അത് മാത്രല്ലേ, അത് പോട്ടെ, ഞാൻ പറഞ്ഞു 22 പിള്ളേരെ കൊല്ലുന്നത് വലിയ കാര്യം, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയണത് 152 പരീക്ഷകളാണ് ലീക്ക് ആയേക്കട. ഇനി ഇപ്പൊ ഇതിന്റെ അടുത്ത കാര്യം എന്താണെന്ന് താങ്കൾക്കറിയാമോ? അടുത്ത തമാശ എന്താ വെച്ചാൽ ഞാൻ ഇതിന്റെ കണക്ക് എഴുതിയെടുത്തിട്ടുണ്ട്. ഇതിലാകെ ഉള്ളത് 39 സ്റ്റാഫാണ് ഇപ്പൊ ഉള്ളത്.
NTA ഈ പരീക്ഷ നടത്തേണ്ട വിഭാഗത്തിലുള്ള 39 സ്റ്റാഫാണ് ഉള്ളത് കേട്ടാ. ഉം. അതിൽ 15 പേര് വേക്കന്റ് ആണ്. അപ്പൊ ബാക്കി 24 സ്റ്റാഫല്ലേ ഉള്ളു. എന്നിട്ട് ഇന്നലെ പുള്ളി വന്നിട്ട് പറഞ്ഞേക്കണേണ് ഏത് ഉം. നമ്മുടെ മോദി വന്നിട്ട് പറഞ്ഞേക്കണേണ് 47 പേരെ പുറത്താക്കിയെന്ന്. എവിടെ ഇല്ലാത്ത ആളുകൾ ഇവിടെ നിന്ന് പുറത്താക്കണം. അപ്പൊ ഇത് കോൺട്രാക്ട് ബേസ് വെച്ചേക്കണ 77 സ്റ്റാഫുകളാണ്. ആ കോൺട്രാക്ട് ബേസ് വെച്ചേക്കണ 77 സ്റ്റാഫുകളെയാണ് ഈ പിടിച്ച് പുറത്താക്കിയേക്കണത്. പിന്നെ കഴിഞ്ഞ 2018 മുതൽ ഇങ്ങോട്ട് 270 എക്സാമിനേഷനാണ് നടത്തിയേക്കണത്. ഈ 270 എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം, അതായത് യൂണിയൻ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് ഫോർ എഡ്യൂക്കേഷൻ സുഗന്ധ മജുംദാർ എന്ന് പറയുന്ന സഹമന്ത്രി, പുള്ളി വന്ന് രാജ്യസഭയിൽ നമ്മുടെ ഇവിടുത്തെ മറ്റേ MP ഉണ്ട് ശിവദാസന് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയിൽ പറയുന്നത് എന്താ വെച്ചാൽ 270 എക്സാമിനേഷനാണ് നടത്തിയേക്കണത്. 6,60,00,000 പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ആ പരീക്ഷ നടത്തിയേക്കണത്. ഈ പരീക്ഷ നടത്തിയ സിസ്റ്റത്തിലുള്ള ആളുകളുടെ നമ്പറാണ് ഈ പറയുന്നത്. 73 ഒഫീഷ്യൽസ് കോൺട്രാക്ട് ലേബർ, ബാക്കിയുള്ളതെല്ലാം വേറെ സ്ഥലങ്ങളിൽ നിന്ന് പ്രൊബോഷണറി ആയിട്ട് എടുത്തേക്കുന്ന ആളുകൾ. എന്താണ് ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ ഒരു തവണ മിസ്റ്റേക്ക് ഉണ്ടായി, 2 തവണ മിസ്റ്റേക്ക് ഉണ്ടായി, 5 തവണ മിസ്റ്റേക്ക് ഉണ്ടായി, കുഴപ്പമില്ലതേ. 152 തവണ. ഇനി അടുത്തത് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം കൂടി ഉണ്ട്. അതും കൂടി പറഞ്ഞു. ഇത് വേറെ ആരും മലയാളത്തിൽ പറഞ്ഞിട്ടില്ല മാധ്യമത്തിൽ. എക്സാക്ട് നമ്പർ ഓഫ് റീ എക്സാമിനേഷൻ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് എത്ര എണ്ണം റീ നടത്തി എന്നുള്ളത്. ഉത്തരവില്ല. കേന്ദ്ര ഗവൺമെന്റ് അറിയാൻ പാടില്ല. എന്നിട്ടിരുന്ന് മെഴുകുക. എന്നിട്ടിരുന്ന് മെഴുകുക. എന്നിട്ട് അവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഏതോ ഒരു മുസ്ലിം മറ്റേ കാസർഗോഡ് എന്നുള്ള പയ്യൻ ഇങ്ങനെ പറഞ്ഞു, അത് വലിയ അതേ പറയാൻ പ്രശ്നമാണ്. പറ്റുമല്ല, ലോജിക്കലി അവർക്ക് പറയാൻ എന്താ? ഇതുപോലെയുള്ള വിവരക്കേടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് സന്തോഷമുണ്ട്, കാരണം ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ കൂടി തകർന്നടിയുന്നു.